Hi, Makalai. Welcome back to Asylum Learning. Here is your man behind your success. It's me, Ashik sir. Just blast. So, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ദ ബിഗിനിങ് ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന അടിപൊളിയായുള്ള ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്റെ മക്കളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് സെറ്റ് ആക്കി വെച്ചോ. ഞാൻ എന്ത് ചെയ്തോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ എന്താണ് നിങ്ങളുടെ കമന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പൊളിയായിട്ടുള്ള ഏറ്റവും കിഡിലോസ്കി ആയിട്ടുള്ള ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരം എന്തുകൊണ്ടായിരിക്കും ഡിക്ലൈൻ ചെയ്തത്? സോ ബേസിക്കലി എന്താണ് ഹിസ്റ്റോറിയൻസ് തന്നെ പലതരത്തിലുള്ള ഒപ്പീനിയൻസ് പറയുന്നുണ്ട് അല്ലെ. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് ഫ്ലഡ് വന്നിട്ടാണ് പോയത്, ചില ആൾക്കാർ വന്നു ഡ്രോട്ട് വന്നിട്ടാണ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നത്, ഡിക്ലൈൻ ചെയ്യുന്നത്? സോ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി മെയിൻലി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് ടു കോസസ് ആണ്. ഓക്കെ, രണ്ട് റീസൺസ് ആണ് മെയിൻലി എന്ത് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് റീസൺസ് പല ഹിസ്റ്റോറിയൻസും അല്ലെ പല ആളുകളും പറയാറുണ്ട്. സോ അത് വേരി ചെയ്യുന്നുണ്ട് പേഴ്സൺ ടു പേഴ്സൺ. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ് നമ്മൾ കുറച്ചുകൂടി വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ടു റീസൺസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് പറയുന്നത്. ഓക്കെ, ഒരു എന്താണ് 2200 BC ആ ഒരു ടൈമിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചു. ഓക്കെ, അതെന്താണ് റെയിൻഫാൾ വളരെ കുറവാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെസ് റെയിൻഫാൾ വരുന്നുണ്ട്. സോ ഇതും എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് ഏതാണ്? യെസ്, വെരി ഗുഡ്, ഏതാണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ബേസിക്കലി എന്താണ് ആ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റിവർ ഉണ്ട്. ദാറ്റ് ഈസ് ഏതാണ് മക്കളെ? സരസ്വതി റിവർ ആണ്. അത് ബേസിക്കലി എന്താണ് പറ്റിപ്പോയി, ഡ്രൈ അപ്പ്. ഓക്കെ, സോ ഡ്രൈങ് അപ്പ് ഓഫ് സരസ്വതി റിവർ ഇൻ ദ സെൻട്രൽ ബേസിൻ ആണ്. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ സെൻട്രൽ ബേസിനിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള സരസ്വതി റിവർ എന്ത് ചെയ്യുന്നു, അത് വറ്റിപ്പോകുന്നു, ഡ്രൈ ആവുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഈ ടു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ദെൻ എന്താണ് ഈ കാരണങ്ങൾ എങ്ങനെയാണ്, ഈ കാരണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ബേസിക്കലി ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ബേസിക്കലി എന്താണ് റെയിൻഫാൾ കുറയുന്നു. ഓക്കെ, റെഡ്യൂസ്ഡ് റെയിൻഫാൾ കുറയുന്നു. മഴ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൃഷി നടക്കില്ല, അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യില്ല. ഫോഴ്സ് ഇറ്റ് എഫക്ട്സ് അഗ്രികൾച്ചർ അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ അല്ലെ, കൃഷി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? ഫുഡ് സപ്ലൈ നോ അല്ലെ, ഫുഡ് സപ്ലൈ ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിൽ എന്താണ് പട്ടിണിയിലേക്കും പോവർട്ടിയിലേക്കൊക്കെ എല്ലാ ആളുകളും എത്തിക്കും. ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറും. ബിക്കോസ് എന്താണ് അഗ്രികൾച്ചർ പ്രോപ്പർ അല്ല, ഓഫ് കോഴ്സ് എന്താണ് ഫുഡ് സപ്ലൈ പ്രോപ്പർ ആവില്ല. ഫുഡ് കിട്ടാവും, ആളുകൾ എന്ത് ചെയ്യും? പ്രശ്നമാവും അല്ലെ. സോ ബേസിക്കലി ആ സമയത്ത് നമുക്കറിയാം ഈ റിവറുകൾ എന്താണ് ഡ്രൈ ചെയ്യുന്നതുകൊണ്ട്, വരൾച്ച ബാധിക്കുന്നതുകൊണ്ടും വരണ്ടു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചാൽ കാലിബംഗൻ അതേപോലെ ബനവാലി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ തകർന്നു പോകുന്നുണ്ട്. ഓക്കെ, മൊത്തത്തിൽ തകർന്നു പോകുന്നുണ്ട്. ബിക്കോസ് എന്താണ് ഈ ഒരു റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, വറ്റിപ്പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്തുള്ള സിറ്റീസ് ഒക്കെ എന്താണ് വികസിക്കുന്നില്ല, അതൊക്കെ എന്ത് ചെയ്യുന്നു, അബാൻഡൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു ഡിക്ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എന്താണ് ക്ലൈമറ്റിനെയും എൻവറോൺമെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ പോലും എന്താണ് വലിയ തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇഷ്യൂ ആയിട്ട് പറയാറുണ്ട് അല്ലെ. ക്ലൈമറ്റ് ചേഞ്ച് ഇനിയും കൂടി കഴിഞ്ഞാൽ എന്താണ് പല സ്ഥലത്തും ഇപ്പൊ മഞ്ഞുരുകിയാൽ എന്ത് ചെയ്യും, അവിടെ പിന്നെ ഫ്ലഡ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്കൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് അല്ലെ. ഓഫ് കോഴ്സ് എന്താണ് ഹിസ്റ്ററിയിൽ തന്നെ പിന്നെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സിവിലൈസേഷൻ തകരാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഇതേ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ സിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, അങ്ങനെ കൂടെ തകർന്നു പോയി. ബട്ട് വൺ തിങ് ഈസ് റിമെയിൻ, ഒരു കാര്യം ബാക്കിയായിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എന്താണ് ഹാരപ്പൻ കൾച്ചർ ആൻഡ് ടെക്നോളജി ആണ്. അത് സർവൈവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തകർന്നു പോയിട്ടുണ്ടെങ്കിലും ഹാരപ്പൻ കൾച്ചറും ആൻഡ് ടെക്നോളജി എന്താണ്, അത് വളരെയധികം സർവൈവ് ചെയ്ത് പിടിച്ചിരുന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞു സെറ്റപ്പ് ആയിട്ട് പോയ സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നു, അടുത്തൊരു സിവിലൈസേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നെ അധികാരം കൈമാറുന്നുണ്ട്. ഓക്കെ, അധികാരം കൈമാറുക മീൻസ് പുതിയൊരു ഇറ വരുന്നുണ്ട് അല്ലെ. ഒരാളുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാലഘട്ടം വരുന്നത് പോലെ എന്താണ് ആ ഒരു ഇൻഡസ് വാലിയുടെ ആ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫേസ് അങ്ങ് കഴിയുന്നു. ദെൻ എന്താണ് വേറൊരു ഇറയിലേക്ക്
പിന്നെ നമ്മുടെ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്നാണ് നിങ്ങൾക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇത് പഠിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച്. യുവർ സെഷൻ ഇസ് ഓവർ, ബട്ട് the roar of learning never ends. This is your man Ashik sir, just signing off. Thank you. Bye.